വചനം പ്രസംഗിക്കാം. 2 തിമോഥെയോസ് 4-ാം 2-ാം വാക്യം. വചനം പ്രസംഗിക്കാം. ദൈവസഭയുടെയും ദൈവമക്കളുടെയും ജീവൻ ദൈവവചനത്തിലാണ്. ഈ വചനത്തിലൂടെ ശുശ്രൂഷയുടെ പ്രാധാന്യം നമുക്ക് അപ്പോസ്തലനായ പൗലോസ് കാണിച്ചു തരുന്നു. ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകർ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ദൈവവചനം പ്രസംഗിക്കുന്നതിലാണ്. സ്വന്തം അഭിപ്രായങ്ങളോ ലോകജ്ഞാനമോ അല്ല, വചനമാണ് അവർ പ്രസംഗിക്കേണ്ടത്. കാരണം വചനത്തിലാണ് ജീവനും ശക്തിയും അടങ്ങിയിരിക്കുന്നത്. അവർ ഏതു സാഹചര്യത്തിലും ഏത് പരിസ്ഥിതിയിലും വചനം മാത്രം പ്രസംഗിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 28-ാം 20-ാം വാക്യം. കർത്താവ് കൽപ്പിച്ചത് പ്രമാണിപ്പാൻ തക്കവണ്ണം ജനത്തെ ഉപദേശിക്കണം എന്ന് യേശു പറഞ്ഞു. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം 15-ാം വാക്യം. സുവിശേഷം പ്രസംഗിക്കാനാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നിയോഗിച്ച് അയച്ചത്. 1 കൊരിന്ത്യർ 1-ാം 23-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസിൻ്റെയും മറ്റപ്പോസ്തലന്മാരുടെയും പ്രസംഗ വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവായിരുന്നു എന്ന് കാണുന്നു. വചനം പ്രസംഗിപ്പാൻ നൽകപ്പെടുന്ന വേദികളിൽ ഏകദേശ സമയവും സ്വയപ്രശംസകളും സ്വന്തം വിശേഷവും പറയുന്നതിനിടയിൽ സുവിശേഷം പറയുവാൻ ഇന്ന് അനേകർ മറന്നുപോകുന്നു. പ്രിയമുള്ളവരെ, ഏത് സാഹചര്യത്തിലും വചനം പ്രസംഗിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമായി മാറട്ടെ.